മുൻപത്തെ വഖഫ് ഭൂമിയെന്ന് INL 2022 ശേഷം വഖഫ് ബോർഡ് ആർക്കും നോട്ടീസ് അയച്ചിട്ടില്ലെന്ന വിചിത്രവാദവുമായി INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കോൾ. നോട്ടീസ് അയച്ച 12-ൽ 2 പേര് മാത്രമാണ് മുനമ്പത്ത് താമസിക്കുന്നുള്ളൂ എന്ന അടിസ്ഥാനരഹിതമായ വാദമാണ് INL ഉയർത്തിയിരിക്കുന്നത്. ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് നേതൃത്വം നൽകുന്നത് മുസ്ലിം ലീഗാണെന്നും പ്രശ്നം പരിഹരിക്കപ്പെടരുത് എന്നാണ് ലീഗിന്റെ നിലപാടെന്നും INL. 2022 ശേഷം ആർക്കും ഒരു നോട്ടീസും കൊടുത്തിട്ടില്ല. അവർ കോടതി അവരെ കേസുണ്ട്, പെൻഡിങ് ഉണ്ട്, അത് കോടതി കേട്ടുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ വഖഫ് കൈകാര്യം ചെയ്ത് മുസ്ലിം ലീഗ. എന്തെങ്കിലും വഖഫ് ഭരണത്തിൽ പാളിച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തന്നെ ഉത്തരവാദിത്വം പങ്കുവെക്കാൻ അവർ ബാധ്യസ്ഥരാണ്. വഖഫ് സ്വത്തുക്കൾ മുഴുവനും തന്നെ നഷ്ടപ്പെട്ടത് ഫാറൂഖ് കോളേജ് മുഖേനയാണെന്ന് പറയുന്നു. എന്തേ ഫാറൂഖ് കോളേജിൻ്റെ വക്താക്കൾ ആരും തന്നെ രംഗത്തേക്ക് വരുന്നില്ല? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വഖഫ് അഴിമതിയാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സമരം ആ പാവപ്പെട്ട എന്ന് പറയുന്ന ആ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയല്ല, അവിടെ നടക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 67 റിസോർട്ടുകൾ അവിടെ നടക്കുന്നുണ്ട്.